പ്ലാവിൽ നമ്മളിന്ന് ചക്കി ഇട്ടെടുക്കാൻ പോകണത്. അമ്മയും ചേച്ചിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അമ്മയും ചേച്ചിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ മിക്കു അപ്പുറത്ത് എവിടെയോ നിൽപ്പുണ്ട്, അവരുടെ കൂടെ തന്നെ. എവിടെ പോയി? അമ്മയും ചേച്ചിയൊക്കെ ദേ അവിടെ നിൽപ്പുണ്ട് ഗായ്സ്. ഞാൻ പിച്ചാത്തി എടുക്കാൻ പോയതാണ്. ഇതാണ് നമ്മുടെ കാട്. ചുമ്മാ പറയട്ടെ, നമ്മുടെ തൊടി. ഇതല്ലേ ചേച്ചിയുടെ മഞ്ഞച്ചേര? 2 കിളി തമ്മിൽ കൊത്തുകൂടുക. ഇപ്പൊ കണ്ടോ, ആരെങ്കിലും കണ്ടോ? എന്തുണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ കൈസ്. ഒരു കിളി വന്ന് എന്റെ പുറകെ വന്നിട്ട് 2 കിളി തമ്മിൽ കൊത്തുകൂടിയതാണ്. അയ്യോ, നെഞ്ചടിച്ചു പോയി. 2 കൂടി അവിടെ കൊത്തുകൂടിയിട്ട് വീണു. അപ്പൊ ഞാൻ പേടിച്ചു പോയി. മിക്കുണ്ടേ? യോ, അവക്ക് അവിടെ ഒന്നും വഴി അറിഞ്ഞൂടാ. 2 മഴ ചാർന്ന്. ഈ സ്ലോ മോഷന് കെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കുകയും ചെയ്യും ഗൈസ്. നമ്മളങ്ങനെ ഗൈസ് നമ്മുടെ ചക്കയിടൽ ഇവിടെ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. മഴ പെയ്യുന്നു, വേഗം മഴ. പേടിച്ചല്ലേ? ഇപ്പം ഞങ്ങളുടെ വല്ലതും സാധിച്ചു വെക്കും. ഞാൻ പോകുന്നില്ല, പിന്നെ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയോ. കുഞ്ഞമ്മ വന്ന പാടെ ഓടിയത് ബാത്റൂമിലോട്ടെ. ഞാൻ നോക്കിയപ്പോ എവിടെ കണ്ടതല്ലേ പരിചയം. മഴ ഗൈസ്, മഴ പെയ്യാൻ തുടങ്ങി. അപ്പം അമ്മയും ചേച്ചിയും കൂടി അവിടെ ഇങ്ങനെ എങ്ങനെ ചക്ക ഇടാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ചക്ക അതാണ്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചക്കയുടെ നാളെ വിളിച്ചിട്ടിട്ടൂടെ ഗൈസ്? എന്തായാലും കിളി വീണപ്പോൾ ഞാൻ പേടിച്ചു. സോറി ഗൈസ്, എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാനോ പേടിച്ച് പറിച്ചിരിക്കും. അപ്പം നിങ്ങളെങ്ങനെ? പിന്നെ വേറെന്തൊക്കെയോ കിളികളൊക്കെ കരയുന്നൊക്കെ ഉണ്ട്. എന്തെന്ന് എനിക്കറിയില്ല. കിളികൾ തമ്മിൽ കൂട്ടടിയാട്ടോ. എന്തെങ്കിലും ഒരു കിളിയെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ നോക്കാം മാക്സിമം. അപ്പം അവിടെ ഒരു കിളി ഇരിപ്പുണ്ട്, കാണിക്കാൻ പറ്റുമെന്ന് നോക്കുവാണ് ഞാൻ. കാണാവോ ഗൈസ്? നിങ്ങളെ കാണിക്കുന്ന തന്നെ ഇപ്പോൾ കിളി പറഞ്ഞു എന്നൊരു ചെറിയ ഡൗട്ട്. അതേപോലെ ഉണ്ട് കിളികളെ കണ്ടോ? നമ്മളിവിടെ ഒത്തിരി കിളികളുണ്ട്. ഇത് കിളിനാടെന്ന് അറിയപ്പെടും കേട്ടോ. ചുമ്മാനെയാണ് ഗൈസ്. നമ്മൾ ചക്ക ഇട്ട് ചക്ക തോരനും വെച്ച് പകുതി എടുത്ത് വേവിച്ചും തിന്നു. 1 മണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മിക്കു താഴത്തെ കെട്ടത്തിലോട്ടെങ്ങാണ്ട് ചാടിപ്പോയി. ചെറുതായിട്ടൊന്ന് മഴ പൊടിയുണ്ട്, നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതാണ് അമ്മ. അമ്മ ഒരു ഹായ് പറയുമ്മ. അമ്മയുടെ മുഖത്ത് ചക്ക ഇടുന്നതിന്റെ ഭീമതകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഭീമത കാണിക്കാനായിട്ട്. ഇതാണ് ചേച്ചി. ഹായ് ചേച്ചി. ചേച്ചി ഓടി ഗൈസ്. അല്ല, കൂണ് കൂണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് നോക്ക്. അത് പന്നക്കൂണ്. അതറിയാം, കുറെ പന്നക്കൂണ് കിടപ്പുണ്ട്. അവിടെ നിറച്ചുണ്ട്. യൂട്യൂബിനകത്ത് ടിവിക്കകത്ത് വെച്ച് വെച്ചപ്പോൾ ഞാൻ കൊണ്ട് നലക്കുന്നതൊക്കെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നല്ലതുകൊണ്ട് അതാ പറഞ്ഞേ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, കൂണ് കണ്ടോ ഗൈസ്? ഇത് മൊത്തം പന്നക്കൂണാണ് ഗൈസ്. എന്തോ ചെയ്യാനേ, നിറച്ചുണ്ടേ. ഇതോല്ല, അവിടെ ഒരു ഭാഗത്ത് ഒത്തിരി നിപ്പുണ്ട്. മയിലൊക്കെ കരയുണ്ട്. പക്ഷേ മയില് വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മളെ നാട്ടിൽ ഇറങ്ങുള്ളൂ. അമ്മ തിരിച്ച് പിച്ചാത്തി തിരിച്ചു വിടി ഗൈസ്. അമ്മ ചക്ക ഇടുന്ന പരിപാടികൾ നമുക്ക് കാണാം. ഇത് കണ്ടില്ല, അരിഞ്ഞരിഞ്ഞ് കൊണ്ടുവരത്തില്ലേ? ഇവിടെ നിറച്ച് കൂണാണ് കേട്ടോ. പക്ഷെ പന്നക്കൂണാണ് മൊത്തം. കാല് ബാലൻസ് ചെയ്തേടി.
ഗൈസ് ഇന്ന് ഇവിടെ ചക്കയിലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ നേരമായി രണ്ടുപേരും കൂടി ഇരുമ്പ് കെട്ടുന്നു, വള്ളി കെട്ടുന്നു. ഇവിടെ നിറച്ച് കൂണുണ്ട് ഗൈസ്. അവർ ചക്ക ഇടട്ടെ, നമുക്ക് അപ്പോഴത്തേക്ക് കൂണുകൾ കണ്ടാലോ. കമാണ് ചേച്ചീൻ്റെ പുറകെ ഞാൻ പോകുന്നതിന് കാര്യം, ചേച്ചി പോകുന്നിടം നിറച്ച് കൂണുകളാണ്. ഇത് കണ്ടു നമ്മളെടുത്ത കമ്പം ചെടീൻ്റെ കൂട്ടത്തിൽ അരക്ക് പറ്റി കേട്ടോ. ഇത് കണ്ടോ, കൈതച്ചക്കയുടെ മരവോ? എൻ്റെ ചുറ്റും കൂണുകളാണ് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ചുറ്റും നിറച്ച് കൂണാണ്. പക്ഷെ മൊത്തം വിഷക്കൂണാണ് കേട്ടോ. ഒരു നല്ല കൂണ് പോലും ഇല്ലയെന്ന് പറയാം. നല്ല കൂണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് തോരൻ വെച്ചിരുന്നതിന്. പിന്നെ കിളീൻ്റെ ഒക്കെ അലപ്പാണ് കേട്ടോ കൂട്. ഞാനിവിടെ നിന്ന് പുഴുങ്ങുന്നല്ലാണ്ട് ഇന്ന് ഇവിടെ ചക്കയും മാങ്ങയും ഇടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അപ്പുറത്തോട്ട് അങ്ങനെ മാറിക്കട്ടെ. മാറാം, ഞാൻ പോവാ. ജമ്മി അല്ല ആടാ ജിമ്മി. ജിമ്മി അല്ലല്ലോ അത്. ആണോ? അല്ലേ? ആടാ ജിമ്മിയുടെ മമ്മി കൂട്ടുകാരനല്ല, മമ്മിയുടെ ആങ്ങള. ചേച്ചി ഒരു കുടുംബത്തിൽ പിറന്നാലേ ഒരുപോലെ ഇരിക്കത്തുള്ളൂ. ഈ കറുത്ത പട്ടിയിലെ ജിമ്മി അല്ലേ? ജിമ്മിയുടെ അമ്മയുടെ വീട്ടിലെ കറുത്ത പട്ടിയില്ലേ? ഇരുമ്പെടുത്തോടി, ഇരുമ്പെടുത്തോ, ഇരുമ്പെടുത്തോ. അങ്ങനെ അവര് ചക്ക ഇടുന്നു. കുറച്ച് മുമ്പ് ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് എൻ്റെ സൈഡിൽ കിളികൾ വന്ന് അടിയുണ്ടാക്കി. ആ സ്ഥലം ഞാൻ കാണിച്ചത്. ഇതിൻ്റെ മുകളിലത്തെ മരത്തിൽ നിന്ന് ഇവിടേക്കാണ് ആ കിളി വന്ന് വീണത്. ഇവിടെ വന്നിട്ട് അവർ ഭയങ്കര അടിയായിരുന്നു. കാര്യം ഒന്നും അറിയത്തില്ല. പിന്നെ അത് എൻ്റെ സൈഡിൽ കൂടെ പറന്നു പോയപ്പോൾ ഞാൻ പേടിച്ചു പോയി. അതിനത് പനന്തത്തോ പച്ചക്കറി ഒന്നും. പിന്നെ വേറെ എന്തൊക്കെയോ കിളികളൊക്കെ കരയുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുന്നേക്കാൾ നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഭയങ്കര വെട്ടോ. അതതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കണ്ട് തിന്നുക. ഇതാണ് നമ്മുടെ പ്ലാവ്. ഇത് കണ്ടില്ല? രണ്ട് കിളികളെ കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ കണ്ട പറന്ന് മറഞ്ഞു പോവാണ് രണ്ടുപേരും. അവിടെ കണ്ടില്ലേ ഒരു കിളി അവിടെ ഇരിപ്പുണ്ട് മരത്തിൽ. കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. കാണാൻ പറ്റുമോ? ആ കാണുന്നത് കിളി കേട്ടോ. അത് പറഞ്ഞു. ഇത് ഇവിടെ നമ്മുടെ ജിമ്മിയുടെ അമ്മ വന്ന് നിൽപ്പുണ്ട്. അമ്മ അതെ അവിടെ നമ്മുടെ ചക്ക പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കൊതുവായതുകൊണ്ട് എനിക്ക് ചക്കയും കാണിക്കാൻ പറ്റുന്നില്ല, മാങ്ങയും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ബുൾബുൾ കിളി ബുൾബുൾ ബബിൾ കിളീനെ കണ്ടത്. ബബിൾ കിളി എന്ന് പറയുമ്പോൾ കരിയിലക്കിളി ഇങ്ങനെ വേർത്ത് വരുന്നത് നമ്മൾ ബബിൾ കിളി എന്ന് പറയും കേട്ടോ. കാണാൻ പറ്റുമോ? എനിക്ക് തന്നെ കാണുന്നില്ലല്ലോ. അതേ ഇരിക്കുന്നു കണ്ടോ ഗൈസ്. ഇവിടെ ചക്ക ഗൈസ്, നമുക്ക് ചക്ക ഇടുന്നതിൻ്റെ വീഡിയോസ് കാണാം. ബെസ്റ്റ്. ഇതുണ്ട് ഗൈസ്, തോട്ടി അവസാനം അവരവിടെ കൊളുത്തി വെച്ചു. അങ്ങനെ ഇപ്പം ചക്ക ഇടും. നല്ല കാര്യം കേട്ടോ. ഇതൊന്നും ചക്കയിട്ട് വെട്ടി തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഈ അടുത്ത് കിളിക്കുട്ടനെ കണ്ടിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ പറ്റുന്ന അത്രയും കിളികളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. കണ്ടില്ല? അപ്പോഴാണ് നോക്കിയപ്പോൾ ആ ഇണക്കുട്ടന്മാർ പോയിട്ടുണ്ട്.
എൻ്റെ മുകളിലൊരു കിളി ഇരിപ്പുണ്ടായിരുന്നു, അതും പോയി. എല്ലാ കിളികളും പറന്നു പോയി. ഇത് കാണിക്കുന്നത് ചക്ക ആട്ടിയിടാൻ പോവാന്ന്. മരം കുലിക്കുക, വീഴുന്ന പഴം. 1 മണിക്കൂറായി ഞാനിവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. 1 മണിക്കൂറായി ഇവരിവിടെ പല പരീക്ഷണം കൊണ്ട് ഇറക്കിയിട്ട്. ചൂടെടുത്ത് പുഴുങ്ങുന്നു. ഇനി കുറേ കിളികളൊക്കെ കാണിക്കാൻ പറ്റും എനിക്ക്. കുറേ എല്ലാ ഒരു വീട്ടിൽ കിളികളൊക്കെ ആയിരുന്നു. മരം കൊത്തി അണ്ണാങ്കിളിയല്ലേ പക്ഷെ അണ്ണാൻ ഞാൻ കാണിച്ചു. പിന്നെ ഇത് വേറൊരാൾ അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കിയത്, പക്ഷെ ക്ലിയർ അല്ല. ബെസ്റ്റ്. അമ്മ മാറിക്കോ. ഇപ്പം ചക്ക ഇടും കേട്ടോ ഗൈസ്. ഞാൻ ചക്ക വരുന്ന നോക്കി നിൽക്കുവാണ്. ചക്ക ഇടുന്ന ആൾക്കാരും ചക്കയും. ആ ചെറുതിൻ്റെ തൊലി ഉരിയിട്ടുണ്ട്. കൊതുകുത്തി. ഒരു കുഞ്ഞിച്ചക്ക അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ, അത് ഇവർ തള്ളി തള്ളി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കിട്ടി കിട്ടി. ഓ കേറി കേറി. തലേ വീഴല്ലേ. അമ്മ മാറിക്കോ. ബെസ്റ്റ്. ഞാനിവിടെ കൊതുകടിയും കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ചക്ക ഇടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ടിട്ട് ഞാനിവിടെ കൊതുകടി കൊണ്ടോണ്ടിരിക്കുന്നു. എൻ്റെ ചുറ്റും കുറേ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ കിളിയാന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ, അതുപോലെ കിളികളൊക്കെ ഉണ്ട്. അമ്മ തിരിച്ചു കയറിപ്പോൻ തോറ്റ് തുന്യം പാടി. ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്കാണൊന്ന് മാറിയിരിക്കാം. എൻ്റെ അമ്മ എന്തൊരു ചൂടാണ്. ചൂടല്ലേ. ചൂട് എഫക്റ്റീവായിട്ട് പറഞ്ഞു വരും എന്നൊരു ഡൗട്ട്. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. വേഗം ചക്ക ഇട്ടിട്ട് നമുക്ക് പോകാം. അതിനിടയ്ക്കൂടെ മയിലിൻ്റെ മ്യാവും. ഉത്തര വലിയൊരു സാധനം പറഞ്ഞു പോയി ഇപ്പൊ അങ്ങോട്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടുപോയി? സോറി എൻ്റെ എനിക്ക് വയ്യ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ സ്ഥലം കിട്ടുമോ നോക്കുക. ഞാൻ വരാം. അങ്ങനെ നിങ്ങൾ കണ്ടായിരുന്നു ഒരു ജീവി. അതെന്ത് ജീവിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊരു കിളിയാണ്. ആ കിളി എന്നെ കണ്ടപ്പോൾ അത് തിരിഞ്ഞോടിപ്പോയതല്ല, ഞാനാണ് അതിനെ എന്തിട്ട് പറയുക, അപൂർവമായിട്ട് കാണുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നീട് ഞാൻ പതിയെ മരക്കൊമ്പുകളിലൂടെ ചാടി കുറ്റി ഉണ്ടായിരുന്നു, ചെറുതായിട്ടും തട്ടി. ഞാൻ അങ്ങോട്ട് പോയി കിളിയുടെ വീഡിയോ എടുക്കാനല്ല, ചക്ക എടുത്ത് തരാനല്ല, കയറെടുത്ത് തരാനല്ല. കൊതുവെല്ലാം കൂടി കടിച്ചൊരു പരിവായിട്ടുണ്ട് ഞാൻ. എൻ്റെ കൊച്ചെന്തിയോ എന്തോ, ഞാൻ അതിനെ ഷാളെ വിടേണ്ടി വരും. ഭയങ്കര കൊതുകടിയായിരുന്നു. എന്നാലും ഞാൻ സഹിച്ചിട്ട് ഇവരുടെ ഒപ്പം നിൽക്കുക കേട്ടോ. ഇവരെനിക്ക് ചക്കിയിട്ട് തരാമെന്ന് തന്നെ. അതുകൊണ്ട് ഇവിടെ ഇരുന്നാലും ഇപ്പം തലേ വീഴുമോ ചക്ക? ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. കുറച്ച് നേരം ഇരുന്നോട്ടെ. 5 minutes റെസ്റ്റ് ഫോർ മൈ ക്യാമറ. എൻ്റെ ക്യാമറയ്ക്ക് 5 minute റെസ്റ്റ് കൊടുക്കാം. കൊതെല്ലാം കൂടി കടിച്ച് വരച്ച് ഇനി വീട്ടിൽ ചെന്നിട്ട് പൗഡർ എടുത്ത് തേത്തിടണം. പേടിച്ചു പോയല്ലോ. ചേച്ചി ഇത് ഇവിടെ കയറ് വെച്ചിട്ട് കെട്ടുന്ന പരിപാടി നടത്താണ്. അപ്പോൾ
കിളികളൊക്കെ ഭയങ്കര പറക്കാണ്. അമ്മതേ അവിടെ ഇങ്ങനെ നിൽപ്പെടും. നല്ല പച്ചപ്പ് പിടിച്ച സ്ഥലമാട്ടോ ഇത്. ഇതേ വേറൊരുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി മറിഞ്ഞ് പറന്നൊക്കെ കളിക്കുന്നു. ആര്? കാക്കക്കുട്ടൻ, ജിംബ്രൂട്ടൻ. എന്തൊക്കെയോ കിളികളൊക്കെ പറന്ന് കളിക്കുന്നുണ്ട്. എന്ത് കിളിയാണെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. ചിലതൊക്കെ എനിക്കറിയാം, ചിലതൊന്നും എനിക്കറിയാം. വീഴാൻ പോയതാ. ഞാൻ ആലോചിക്കുന്നതേ, ഞാൻ അങ്ങ് കയറി പോവുക, എന്നിട്ടില്ല അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുക. അതേ നടക്കൂ. അമ്മ ഇപ്പോൾ വരും. ഇവിടെയൊക്കെ ചേമ്പല എനിക്ക് ചൂടാ. അയ്യോ ഗൈസ്, ഇത് കണ്ടോ ഈ ചുമന്ന സാധനം? എന്താണ്? കൂണ്. കുളുമ് അല്ല, കുളുമല്ല, കുമിള് എന്നൊക്കെ പറയുന്ന സാധനം. കൂണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് മാറാം. അല്ല ചേച്ചി എൻ്റെ തലയിൽ ചക്ക എടുത്തിടും. അതുകൊണ്ട് നമുക്ക് വേഗം മാറാം. വന്ന വഴി വരാൻ നല്ല എളുപ്പമായിരുന്നെങ്കിലും പോകാൻ നല്ല പാടാണ്. കമ്പും കോലും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര വേസ്റ്റായിട്ടുള്ളൊരു വഴിയാണിത്. ഇനി ഞാൻ കയറിപ്പോയ വഴിയിൽ ചേച്ചി ചക്കയിടാൻ ശ്രമമാണ് തുടങ്ങി. ഒരു കുത്തം കൊടുക്ക്, മോളോട്ടൊന്ന് കുത്ത്. മോളോട്ട്. മയിൽ എവിടെയോ ഇരുന്ന് കുറേ നേരം കൊണ്ട് കരയുന്നുണ്ട്. പക്ഷെ മയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ചൂട് കാരണം ഇവിടെ ഒരിടത്തും നിൽക്കാൻ പറ്റില്ല. ചൂടും കൊതുവും എല്ലാം കൂടി ഒരുമാതിരി വിറകറ. ചേച്ചിയുടെ പരീക്ഷണം, ചക്ക പരീക്ഷണം. പെട്ടിമ കുറച്ച് എല്ലാം നടക്കുമോ? നമുക്ക് കയറിപ്പോകാം ഗൈസ്. എനിക്ക് വയ്യ. ചുമ്മാ പറഞ്ഞ എന്നെ ഇങ്ങോട്ട് മാറിയിരിക്കുക. നല്ല ഞാനങ്ങനെ അവിടുന്ന് കാട്ടിൽ നിന്ന് കയറി വന്നു. കൊതുകടി കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. കയറി നേരെ വന്നിട്ട് നമ്മുടെ ഈ ഒരു പോർഷനില്ലേ, ഇവിടെ കറക്റ്റ് ഡയറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. അങ്ങനത്തെ കാര്യമില്ല. ഈ ഒരു ജീവിനെ എത്ര പേർക്ക് അറിയാം? ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എനിക്കിഷ്ടമല്ല ഇതിനെ, പേടിയാണ് കേട്ടോ. കണ്ടോ ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചക്കേനെ ഫോക്കസ് ചെയ്യുകയാണ്. ചക്ക ചേച്ചി ആട്ടയിടാനുള്ള പരീക്ഷണമാണെന്ന് തോന്നുന്നു. അയ്യോ കൊതുവും കുത്തിപ്പറിക്കുന്നു. അതോ വരുന്നു. എനിക്ക് വയ്യ കൊതു കൊണ്ടോണ്ടിരിക്കെ. ബെസ്റ്റ്. കാത്തു എന്താ വേണ്ട? കാത്തു ഓരിക്കുന്നു. ഇതാണ് നമ്മുടെ കാത്തുകുട്ടി. അതിന് ആരെങ്കിലും പറഞ്ഞേ അമ്മ പിന്മാറുന്നു? നിങ്ങൾ ഇന്നെങ്ങാനും ചക്ക ഇടാൻ നോക്കിയിട്ടേ വേറൊരാൾ അവിടെ ഇരിപ്പുണ്ട്. കാത്തു
മരത്തിന്റെ മണ്ടലം അങ്ങനെ ഇരിപ്പുണ്ടോ മികുമിത? അവൾ എന്ത് ചെയ്തും പറഞ്ഞോണ്ട അമ്മയെ അലക്കുന്നേ. ഒരു അണ്ണാനെ കണ്ടു, കാണാൻ പറ്റുമോ എനിക്കറിയില്ല. എവിടായിരുന്നു അണ്ണാൻ? എടാ അണ്ണാൻ എവിടാണോ? ഇത് ഈ മരം, ഈ മരത്തിൻ്റെ മൂടിലോട്ടുള്ള കുമ്പിടി. ആ അതേ ചെറിയ വലയാണ് അണ്ണാൻ കുഞ്ഞിൻ്റെ വാല്. ആ ആടുന്ന വലയാണ് അണ്ണാൻകുട്ടൻ്റെ വാല്. കുട്ടൻ ദേ കയറി പോകുന്നുണ്ട്. എത്തി വണ്ടിയിലെത്തിയോ? ഇവിടെത്തിയതോ? എനിക്ക് നേരെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടൻ കയറി കൊടുക്കും. കുട്ടൻ കയറി പോകുന്നുണ്ടോ? ദേ അണ്ണാൻകുട്ടൻ ചൊച്ചൊന്ന് വിളിച്ചു. എൻ്റെ കാലിവിടെ പണ്ടാരടങ്ങിയാലും ഈ പെൺപിള്ളേരിൽ നിന്നും ചക്കയിടൂല. ആണോ? ചെറിയ ചക്ക അവർ തള്ളിയിട്ടിട്ടുണ്ട്. അതെന്തിനാണ്? ചക്ക തോരൻ പോലും വെച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ വലിയ ചക്കയിലാണ് ഇനി അടുത്തത്. ചെറുതായിട്ട് മങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴക്കോള് ചെറുതായിട്ട് കയറിക്കുട്ടി. തലയൊക്കെ ചൊറുപ്പട്ട്. എനിക്കിവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നേരെ പോയി എന്തെങ്കിലും എടുത്തിട്ട് വരാൻ വേണ്ടി. ഞാനേ ബക്കറ്റ് എടുക്കാനായിട്ട് പോയപ്പോൾ ഇത് കണ്ടില്ല, നിറച്ച് കോട്ടരുമ. അതായത് മറ്റേ ചെള്ളു വെള്ളം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഞങ്ങൾ അതിന് ചെള്ളു വെള്ളം എന്നൊക്കെയാണ് പറയാറ്. ആ സാമാനം കയറിയിരിക്കുക ഇവിടെ കയറിയിരിക്കാൻ കരുതിയിട്ടോ ഒന്നും നടക്കൂല. പിന്നെ വേഗം പെട്ടൊരു ബക്കറ്റ് എടുത്തിട്ടായിരുന്നു. എന്തൊരാശ്വാസം. കാത്തു പോയോ? കാത്തു കാത്തു നാട് വിട്ടിട്ടുണ്ട്. നാടല്ല, എങ്ങോട്ടോ പോയിട്ടുണ്ട്. മിക്കുവേ, മിക്കു, മിക്കു, ഹായ് മിക്കു. മിക്കുവേ, ഇവിടെ കരച്ചിൽ കേൾക്കുന്നു. ദേ കാത്തു കുഞ്ഞു വന്ന്. മിക്കുവേ, അമ്മ മിക്കു കിണറ്റിലെങ്ങാനും വീണോ? അമ്മേ, മിക്കു കിണറ്റിൽ വീണോ? അവിടുന്ന് ശബ്ദം കേൾക്കുന്ന അവിടെ. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിപ്പുണ്ട്. ഹലോ. ഒരാൾ ഇവിടെ എന്നെ പേടിച്ച് നേടുന്നു. എന്തുവാ എന്തുവാ എന്നതാ? മിക്കുവേ, അവിടെ ചുമ്മാ അവരാണെങ്കിൽ ആട്ടിയിട്ടെങ്ങനെ ചക്കയിടാന്നുള്ള സമയത്ത് നിൽക്കുക. കാത്തത് ഇവരിൽ നിന്നും ചക്കയിടത്തില്ലെന്നും പറഞ്ഞിട്ട് ദേ അങ്ങോട്ട് പോയിട്ടുണ്ട്. മിക്കു,
കല്ലെറിഞ്ഞ് കളിക്കും. അവർക്കൊരു പണി കൊടുക്കാല്ലേ. പക്ഷെ ഇവർ മൈൻഡാക്കുന്നില്ല ഗൈസ്. എന്തോ ചെയ്യും? മിക്കുവിനെ കണ്ടോ? മിക്കുവേ, കാലെല്ലാം കൂടി ചൊറിഞ്ഞ കുരു പിടിച്ചിരിക്കുക. എനിക്ക് ചാടിപ്പോയിട്ട് മിക്കുവിനെ വെച്ചിരിക്കുക. ഒരു കാഴ്ച ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടെ. കട അത്ര ചെറിയ സാധനമാണ്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ തന്നെ അനങ്ങുന്നുണ്ടിട്ട്. നിങ്ങൾ ആ മരത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്തെങ്കിലും അനങ്ങുന്ന കാണാൻ പറ്റുമോ? ശ്രദ്ധിച്ച് നോക്കുകയാണേ. ആ കമ്പിൻ്റെ ഭാഗത്തായിട്ട് എന്തെങ്കിലും അനങ്ങണ്ടേ? സംഭവം ഒരു പല്ലിക്കുട്ടനാണ്. കണ്ടിട്ടില്ലാത്തവർ കാണണ്ട. എന്താ മിക്കുവരുടെ കൂടെ ചക്കയിടാൻ നമുക്ക്. അവള് മിസ്സിങ് ആയിട്ടോ. താഴെ എവിടെയോ പോയി കുടുങ്ങിയിട്ടുണ്ട്. കരച്ചിൽ കേട്ടോ. അപ്പോൾ ഒരു കാക്കച്ചിയുടെ കൂട്ടങ്ങൾ വന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കായ കായ എന്ന് പറഞ്ഞ് ആരണ്ടര വിളിന്ത് വിളിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയണ്ടേ കാക്കയ്ക്ക് പ്രാന്താണ്. ഓ ഗോയ്സ്, അതുകൊണ്ട് ഒരു വലിയ ബട്ടർഫ്ലൈ പറഞ്ഞു പോയി. നിങ്ങൾ കണ്ടോ ഗോയ്സ്? ഒരു വലിയ നീല ബട്ടർഫ്ലൈ ആയിരുന്നു. അതിനെ കാണിക്കാൻ പറ്റും നോക്കാൻ അങ്ങ് പോയി. ശ്രീകുവിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോയത്. മിക്കു മോനെ, മിക്കു, മിക്കുവേ, ഇവരിപ്പം ചക്കയിടും, നാളെ ചക്കയിടും, മറ്റന്നാൾ ചക്കയിടും എന്ന് നോക്കിയിരിക്കുകയാണ്. കമ്പ് കയറ്റും, അപ്പുറത്തൂടെ തന്നെ പോകും കമ്പ്. അതിൻ്റെ ഇടയ്ക്ക് കാക്കത്തല്ലുണ്ടായി. ഏതോ ഒരു കാക്ക വന്നൊരു കാക്കയെ കൊത്തി. രസത്തിന് കൊത്തിയതാ. പക്ഷെ കാക്കകളെല്ലാം കൂടി മറ്റേ കാക്ക എടുത്തിട്ട് കൊത്തി. എടുത്തിട്ട് പൊതിഞ്ഞു. കൊത്തിന്ന് പോലും. ആ ചക്ക ഇനി നാളെ എങ്ങാണ് ഇടാ. ഇങ്ങോട്ട് വാ. ഒരു കാറ്റും മഴയും പേട്ട. അപ്പം നമുക്ക് പോയി എടുക്കാം. എങ്ങനായാലും തറയിലല്ലേ ചക്ക വീഴുന്നേ. രണ്ടും കൂടി ചക്ക ഇനി എന്തോ ആലോചിച്ച് നോക്കി. മിക്കു, മിക്കുവേ, മിക്കു, മിക്കു. ഇവർ ചക്കിട്ട് വന്നിട്ടില്ല. നമ്മൾ നീച്ചിനെ കണ്ടുപിടിക്കുന്ന ഇവർ എന്നെ കൊതും എല്ലാം കൂടി വന്നിട്ട് മൂടുന്നു. അപ്പോൾ ഇത് എന്തൊരു മഞ്ഞക്കളറിലെ ജീവി എന്ന് ആലോചിച്ച് നോക്കുക. അയ്യോ, കണ്ണു തുറന്നപ്പോൾ ജീവിനെ കാണില്ല. ഇതെങ്ങോട്ട് പോയാൽ എന്താ? എവിടെയോ ഇരുന്ന് കുറേ നേരമായിട്ട് മയിലിരുന്ന് കാവൂ കാവൂന്ന് എൻ്റെ കരയുന്നുണ്ട്. നിങ്ങൾക്കറിയാം കൂട്ടുകാരെ, എനിക്ക് മയിലിൻ്റെ ശബ്ദം ഉണ്ടാക്കാൻ അറിയാം. ഉണ്ടാക്കി കാണിക്കട്ടെ.
അതെ വിഷു കഴിഞ്ഞിട്ട് ഇനി എന്തിനാ ക്രിസ്മസിന് കണി വെക്കാന്? മിക്കു 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 വന്ന് മിക്കു വന്ന് മിക്കു വന്ന് മിക്കു വന്ന് അഹങ്കാരം കാണിക്കുന്നോടി. ഗൈസ് മിക്കു വന്നെന്ന് പറഞ്ഞിട്ട് അവൾ അഹങ്കാരം കാണിച്ചു. അവള് മരത്തെ വലിഞ്ഞു കാണാൻ നോക്കി. കാടിൻ്റെ ഇടയിൽ കൂടെ വരുന്ന എൻ്റെ പുലിക്കുട്ടി, എൻ്റെ പുലിക്കുട്ടി വന്ന്. എടി നിന്റെ കൂട്ടുകാരി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്, പോയി നോക്ക്, അടങ്ങണം കാണും. ബാ കയറി ബാ, ബാ പൊന്നെ കയറി ബാ. മിക്കുവിനെ കണ്ടോ ഗൈസ്? അവൾ കാട്ടിൽ കൂടെ വലം വെച്ച് കയറി വരും. ഷുട്ടു എൻ്റെ കുഞ്ഞാപ്പി, എൻ്റെ പൊന്നു, എൻ്റെ ഷുട്ടിയുടെ മോൻ, എൻ്റെ പൊന്നനോ, എൻ്റെ പൊന്നനോ, എൻ്റെ പൊന്നനോ. മിസ് എൻ്റെ പൊന്നനെ കണ്ടോ? എൻ്റെ പൊന്നനാനി, എൻ്റെ പൊന്നനാനിയാനി, എൻ്റെ പൊന്നനാനിയാനി, എൻ്റെ പൊന്നനാനി, എൻ്റെ പൊന്നനാരി അന്നീരി, എൻ്റെ പൊന്നച്ചിനെ അന്നീരി. ഗൈസ് ഇപ്പം ഇതിൻ്റെ പൊന്നച്ചിനെ കണ്ടോ? എൻ്റെ പൊന്നാച്ചി. എൻ്റെ കയ്യിലില്ല, ഒന്നും തുടക്കട്ടെ. ബാ കുട്ടൂസ് 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 കുട്ടൂസ്. ഗൈസ് ഇപ്പം ഇതാണ് എൻ്റെ കുഞ്ഞാപ്പി, കുഞ്ഞാപ്പി കുഞ്ഞാപ്പി കുട്ടി, കുഞ്ഞാപ്പി കുട്ടി. ഞാൻ സൂമാക്കി വെച്ചിരിക്കണം, സൂലോസാക്കാം. കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ ചുമ്മാ ഒന്ന് പിടിച്ച് ചേച്ചി. ഞാൻ എടുത്തില്ലേ, ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. ഇതാണ് മികുമോൻ. മികുമോൾ കൊല്ലട്ടേരി അവിടെ കിടന്നോട്ടോ. മിക്കു അവിടെ കിടന്നിട്ടുണ്ട്. മിക്കു കാടുന്നീളെ തട്ടിയിട്ട് വന്നിട്ട് കിടക്കും കേട്ടോ. ആ ഇവിടെ എന്തോ അനങ്ങനെ കണ്ടിട്ട് പോയതാണ്. ഇല്ല അണലി പിടിക്കാൻ പോയതാണോന്ന് പറയാൻ ഞാൻ കൂടെ ക്യാമറ ആയിട്ട് ചെന്നിട്ടു. ക്യാമറ കാണിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല. രണ്ടായിട്ട് ഞാനിങ്ങനെ ചാടി കയറുന്നു. അതെന്നെ വേറെ മാറിയപ്പോഴത്തേക്കും ആ ഇതാ വരണു. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയ വീഡിയോ. ബൈ ബൈ.